ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഇളനീർ വെച്ചിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഇളനീരിൻ്റെ വെള്ളം അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇളനീരിൻ്റെ വെള്ളം മധുരം ഉണ്ടാവും, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരളവിലോട്ട് 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം സെറ്റാവാനായിട്ട്. എന്നിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സെറ്റാകുമ്പോഴേക്കിനും നമുക്കിനി ഇളനീരിൻ്റെ പൾപ്പ് ശരിയാക്കിയെടുക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. അതിലോട്ടുള്ള മിൽക്ക് റെഡിയാക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവാണിത്. അതിലോട്ട് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതെ കണ്ടൻസ് മിൽക്ക് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഇളനീർ പൾപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്തിട്ട് അതൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ജെല്ലിൻ്റെ കൂടെ ഒഴിച്ച് സെറ്റ് ചെയ്യുക. ചൂട് കൊടുക്കാൻ ഒഴിക്കരുത്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം അത് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സെറ്റ് ചെയ്യാം. നമ്മുടെ മിൽക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ജെല്ലും കൂടെ അതിൻ്റെ മുകളിലൂടെ ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്തു.
ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുക, എന്നിട്ടെടുത്ത് ഉപയോഗിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.